ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇനി എടുക്കാനുള്ളത് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിലെ ബെൻസീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഈ ബെൻസീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഫോക്കസിൽ ബേസ് ചെയ്തിട്ട് ഒരൊറ്റ റിയാക്ഷനെ കുറിച്ചേ പറയുന്നുള്ളൂ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് എല്ലാ റിയാക്ഷനും പറയുന്നില്ല, നൈട്രേഷനും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഓരോന്നേ നോക്കാം. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച വളരെ സിമ്പിളായ കാര്യമാണ് കേട്ടോ. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ. അതിൽ ഓർക്കണം, നമുക്ക് പഠിക്കേണ്ട ഒറ്റ റിയാക്ഷനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കേണ്ടത്. എന്താ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ മീൻസ് ഇലക്ട്രോൺ, ഫൈൽ മീൻസ് ലവിങ്. ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നതാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസുകൾ എന്ന് പറയാം. ഇലക്ട്രോൺ ലവിങ് എന്ന് പറയാം, പോസിറ്റീവ്ലി ചാർജുള്ള സ്പീഷീസുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസുകൾ എന്നും ഇലക്ട്രോഫൈൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഇലക്ട്രോഫൈൽ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കാൻ പോകുക. ബെൻസീൻ അറിയാലോ, കെമിക്കൽ ഫോമിൽ അറിയാം, C6H6. അതിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റുക, പകരം ആരെ വയ്ക്കുക? ഇലക്ട്രോഫൈലിനെ വയ്ക്കുക. ജസ്റ്റ് നോടിച്ച് പറയാൻ നോക്കിയിരിക്കുക. ഒന്നാമത്തെ റിയാക്ഷൻ ആയിട്ട് പറയുന്നത് ഹാലജനേഷൻ. സാധനം ഹാലജനേഷൻ. സിംപ്ലി ഓർത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഹാലജനേഷൻ മീൻസ് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാലജൻസ് അറിയാമല്ലോ, ആരൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റ്. അല്ല, അസ്റ്റാറ്റ് നമ്മൾ റിയാക്ഷനിൽ പങ്കെടുക്കാറില്ല, കാരണം റെയറായി മാത്രം കാണപ്പെടുന്ന എലമെന്റ്, വളരെ റെയറസ്റ്റ് എലമെന്റ് ആണ് അസ്റ്റാറ്റ്. നമ്മൾ ആരൊക്കെ പറയുള്ളൂ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. വളരെ സിമ്പിളി ഓർക്കുക, ഇത് ബെൻസീൻ. ആ ബെൻസീനകത്തേക്ക് ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റിയേജന്റ് മാത്രം പഠിച്ചു വെച്ചിരിക്കുക. റിയേജന്റ് ആൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ്, ആൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ ആൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഒരു ലൂയിസ് ആസിഡ് റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. എന്ത് ഉപയോഗിക്കണം? ഒരു ലൂയിസ് ആസിഡ്, ആൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് അല്ലെങ്കിൽ ആൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്. റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഹൈഡ്രജനെ മാറ്റുക, പകരം ഇവിടെ ആരെ വയ്ക്കുക? ഹാലജനെ വയ്ക്കുക. ഹൈഡ്രജനെ മാറ്റി പകരം ആരെ വെച്ചു? ഹാലജനെ വെച്ചു. ഈ മാറ്റുന്ന ഹൈഡ്രജനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഹൈഡ്രജനും ബാക്കിയുള്ള ക്ലോറിനും കൂടെ എന്ത് പോകും? HCl പുറത്തേക്ക് പോകും എന്ന് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. വളരെ സിമ്പിളി ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷെ നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുന്നത്. പഠിച്ചാൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ റിയാക്ഷൻ നിങ്ങളുടെ ഫോക്കസിൽ പറയുന്ന സാധനം തന്നെയാണ് നൈട്രേഷൻ. നൈട്രേഷൻ മീൻസ് എപ്പോഴും ഓർക്കുക, നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. ഹൈഡ്രജനെ മാറ്റുക, പകരം ആരെ വയ്ക്കുക? NO2. ഹൈഡ്രജനെ മാറ്റുക, പകരം ആരെ വയ്ക്കുക? NO2. നമുക്ക് നോക്കാം. റിയാക്ഷൻ പഠിക്കാൻ കഴിയും. എന്താണ് ഈ സാധനം? ബെൻസീൻ. റിയേജനെ പിന്നെ പറയാം. ജസ്റ്റ് നമുക്ക് ആദ്യം റിയാക്ഷൻ നോക്കാം. റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ്. നൈട്രേഷൻ അല്ലേ? ഹൈഡ്രജനെ മാറ്റുക, പകരം ആരെ വയ്ക്കുക? NO2. ഹൈഡ്രജനെ മാറ്റി പകരം ആരെ വെച്ചു? NO2 ഗ്രൂപ്പിനെ വെച്ചു. സിമ്പിൾ അല്ലേ? ഹൈഡ്രജനെ മാറ്റി പകരം ആരെ വെച്ചു? NO2. നൈട്രേഷൻ അത് ഏത് കെമിക്കൽ റിയാക്ഷൻ വന്നാലും നൈട്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? ഹൈഡ്രജനെ മാറ്റുക, പകരം ആരെ വയ്ക്കുക? NO2. നൈട്രേഷൻ സാധാരണ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറഞ്ഞാൽ നൈട്രേറ്റിംഗ് മിക്സർ ആണ്. എന്താ ഉപയോഗിക്കാറുള്ളത്? നൈട്രേറ്റിംഗ് മിക്സർ. നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെയും മിക്സർ ആണ്. നൈട്രേഷന് സാധാരണ ഉപയോഗിക്കുന്ന റിയേജന്റ് നൈട്രേറ്റിംഗ് മിക്സർ ആണ്. നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെയും മിക്സർ ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. രണ്ട് റിയാക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹാലജനേഷൻ മീൻസ് ഹൈഡ്രജനെ മാറ്റുക, ഹാലജൻ വയ്ക്കുക. നൈട്രേഷൻ മീൻസ് എന്താണ്? ഹൈഡ്രജനെ മാറ്റുക, NO2 വയ്ക്കുക. റിയേജന്റുകൾ പഠിച്ചു വയ്ക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാൻ കഴിയും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സൾഫോണേഷൻ. അവസാനം സൾഫോണേഷൻ. എപ്പോഴും ഓർക്കുക, ഹാലജനേഷൻ മീൻസ് ആര് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഹാലജൻ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നൈട്രേഷൻ മീൻസ് ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക? NO2 ഗ്രൂപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. സൾഫോണേഷൻ മീൻസ് SO3H ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. ആരെ? സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. റിയാക്ഷൻ നമുക്ക് പറയാൻ കഴിയും. ഞാൻ എന്തെടുക്കുന്നു? ബെൻസീൻ. റിയേജന്റ് പിന്നെ പറയാം.
എന്താ റിയാക്ഷൻ? റിയാക്ഷൻ എന്ന് പറയാൻ കഴിയുന്നേ ഉള്ളൂ. ഹൈഡ്രജനെ മാറ്റുക, പകരം ആരെ വയ്ക്കുക? SO3H ഗ്രൂപ്പിനെ വയ്ക്കുക. ഹൈഡ്രജനെ മാറ്റുക, പകരം ആരെ വയ്ക്കുക? SO3H ഗ്രൂപ്പിനെ വയ്ക്കുക. വളരെ സിമ്പിൾ അല്ലേ പറയുന്നത്? ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് H2SO4 നിങ്ങൾക്ക് അറിയാം. ഫ്യൂമിംഗ് മീൻസ് SO3 കൂടെ കാണപ്പെടും. ഇതിന് പറഞ്ഞ മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡിനെ പറഞ്ഞ മറ്റൊരു പേരാണ് ഒലിയം. ഇത് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒലിയം. H2S2O7 ഇത് തന്നെയല്ലേ? H2S2O7 ഒലിയം. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരെന്താ? ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് നമ്മുടെ ബെൻസീനെ സൾഫോണേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇത് നിങ്ങളുടെ ഫോക്കസിൽ വളരെ പറയുന്നില്ല, എന്നാലും ഓർത്ത് വെച്ചേക്കുക. Then അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. കെമിക്കൽ പ്രോപ്പർട്ടി, ബെൻസീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷൻ. ഏതാണ് റിയാക്ഷൻ? പേരെന്താണ്? ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷൻ. ഈ ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷനകത്ത് രണ്ട് ടൈപ്പ് റിയാക്ഷൻ പറയുന്നുണ്ട്. ഒന്ന് ആൽക്കൈലേഷൻ. ആൽക്കൈലേഷൻ മീൻസ് മനസ്സിലാക്കി വെക്കുക, ആൽക്കൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാലജനേഷൻ മീൻസ് ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നൈട്രേഷൻ മീൻസ് NO2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൾഫോണേഷൻ മീൻസ് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽക്കൈലേഷൻ മീൻസ് ആൽക്കൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കുക, ഇതാണ് ബെൻസീൻ. ഈ ബെൻസീനെ ഫ്രീഡൽ ക്രാബ്സ് ആൽക്കൈലേഷൻ വിധേയമാക്കണമെങ്കിൽ ആൽക്കൈൽ ഹാലൈഡുമായി റിയാക്ട് ചെയ്യിപ്പിക്കുക. റിയാക്ട് ചെയ്യിപ്പിക്കുക ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ്. ഇതാണ് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷൻ എവിടെ വന്നാലും ഒരൊറ്റ റിയേജന്റ് ഉപയോഗിക്കാറുള്ളൂ, ആൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അക്കാര്യം മറന്നു പോകരുത്. നമ്മുടെ ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷൻ എവിടെ വന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു റിയേജന്റ് എന്താണ്? ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അക്കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട പോയിന്റ്. റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം, വളരെ സിമ്പിൾ ആണ്. ഹൈഡ്രജനെ മാറ്റുക, ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ആൽക്കൈൽ ആരാ? ഇവിടെ മീഥൈൽ ഉപയോഗിച്ചത് കൊണ്ട് മീഥൈൽ. ഈഥൈലാണെങ്കിൽ ഈഥൈൽ, പ്രൊപ്പൈൽ ആണെങ്കിൽ പ്രൊപ്പൈൽ. നിങ്ങൾ ഉപയോഗിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് അനുസരിച്ച് മാറി വരും. ഞാൻ ഇവിടെ മീഥൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചു, therefore ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? മീഥൈൽ. ഈഥൈൽ ഹാലൈഡ് ഉപയോഗിച്ചാൽ ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ സിമ്പിൾ. റിയാക്ഷൻ എന്താണ്? ഹൈഡ്രജനെ മാറ്റുക, പകരം ആരെ വെക്കുക? ഇവിടെ മീഥൈൽ വെച്ചു. കോമൺ നമ്മൾ ആൽക്കൈൽ എന്ന് പറയും. സംശയമുണ്ടോ? ബെൻസീനില് CH3 വന്നാൽ പറയുന്ന പേരെന്താ? UPS നെയിം നമുക്ക് മീഥൈൽ ബെൻസീൻ എന്ന് പറയാം. കോമൺ നെയിം കൂടെ ഓർത്ത് കൊള്ളുക, ടോളുവീൻ. ഇത് പറയും ടോളുവീൻ. നമ്മുടെ ബെൻസീൻ on Friedel Crab's alkylation by using alkyl halide in presence of anhydrous aluminum chloride നമുക്ക് ആരെ കിട്ടും? ആൽക്കൈൽ ബെൻസീൻ കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ട രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അസൈലേഷൻ. അസൈലേഷൻ മീൻസ് അസൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അസൈലേഷൻ മീൻസ് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക? അസൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. നോക്കുക, ബെൻസീൻ ആൽക്കൈലേഷൻ ഉപയോഗിച്ച റിയേജന്റ് ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ അസൈലേഷൻ ഉപയോഗിച്ച റിയേജന്റ് എന്തായിരിക്കും? അസൈൽ ഹാലൈഡ് ആയിരിക്കും. ദാറ്റ് ഈസ് CH3COCl ഉപയോഗിച്ചു, CH3COCl ഉപയോഗിച്ചു. എന്തായിരിക്കും റിയേജന്റ്? ഇൻ പ്രസൻസ് ഓഫ്. നിങ്ങൾക്ക് പറയാൻ കഴിയണം, നേരത്തെ പറഞ്ഞു ഈ റിയാക്ഷൻ എവിടെ വന്നാലും ഒരൊറ്റ റിയേജന്റ് ഉപയോഗിക്കാറുള്ളൂ, ആൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഇപ്പൊ എന്താ റിയേജന്റ്? ആൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഉപയോഗിക്കുക. എന്താ റിയാക്ഷൻ? റിയാക്ഷൻ സിമ്പിൾ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഹൈഡ്രജനെ മാറ്റുക, അസൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹൈഡ്രജനെ മാറ്റി നമുക്ക് ആരെ കിട്ടി? ഒരു അസൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കൊരു കീറ്റോൺ കിട്ടി. എന്ത് കിട്ടി? കീറ്റോൺ കിട്ടി. അസൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്രോഡക്റ്റ് കിട്ടി. ഇതാണ് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ബെൻസീന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ നൈട്രേഷൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷൻ നിങ്ങളുടെ ഫോക്കസ് രണ്ടും പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ട് റിയാക്ഷൻ കൂടെ അഡീഷണൽ ആയിട്ട് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി എവിടെ പഠിക്കാൻ പോയാലും നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ച് തന്നെ
ആകണം. അവിടെ വേറെ ഒന്നുമില്ല. ഹാലജനേഷൻ മനസ്സിലാക്കി വെക്കുക. ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. നൈട്രേഷൻ NO2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. സൾഫോണേഷൻ SO3H സൾഫോണിക് ആസിഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. ആൽക്കൈലേഷൻ ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. അസൈലേഷൻ അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. റിയേജന്റുകൾ മാത്രം ഏത് കോമ്പൗണ്ട് ആയാലും റിയേജന്റുകളും പൊസിഷൻസും ഒക്കെ മാറുമെന്നല്ലാതെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എല്ലാം സെയിം ആയിരിക്കും. അത് ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട സാധനമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ ഫോക്കസിന്റെ ബേസിൽ പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട നൈട്രേഷനും ഫ്രിഡൽ ക്രാബ്സ് റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. ഇവിടെ ഓർത്ത് വെച്ചേക്കണം. ഫ്രിഡൽ ക്രാബ്സ് റിയാക്ഷൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ റിയേജന്റേ ഉള്ളൂ, ആൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. മറന്നു പോകരുത്. കോമ്പൗണ്ടുകളുടെ പേര് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ പേരെന്താണ്? ക്ലോറോബെൻസീൻ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതിന്റെ പേരെന്താണ്? ക്ലോറോബെൻസീൻ. ഇതിന്റെ പേരെന്താ? നൈട്രോബെൻസീൻ. കോമ്പൗണ്ട് പേരുകളൊക്കെ നല്ല ധാരണ വേണം. നൈട്രോബെൻസീൻ. ഇതിന്റെ പേരെന്താണ്? ബെൻസീൻ സൾഫോണിക് ആസിഡ്. പേരെന്താണ്? ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ്. മറന്നു പോകരുത്. SO3H പറഞ്ഞ പേരെന്താണ്? സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് എന്നാണ്. പറഞ്ഞ പേരെന്താണ്? ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ പേരെന്താണ്? മീഥൈൽ ബെൻസിൻ അല്ലെങ്കിൽ ടോളുവിൻ. മീഥൈൽ ബെൻസിൻ അല്ലെങ്കിൽ എന്ന് പറയും, ടോളുവിൻ എന്ന് പറയും. ഇതൊരു കീറ്റോൺ ആണ് എന്ന് ഓർക്കുക. എന്താണ് ഓർക്കുക? കീറ്റോൺ ആണ്. CO ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പേരെന്താണ്? കീറ്റോൺ ആണ് എന്ന് ഓർക്കുക. ഇതിന്റെ പേരെന്തായിരിക്കും? അസെറ്റോഫിനോൺ. ഇത് പറയും അസെറ്റോഫിനോൺ ആണ്. ഇത് കീറ്റോൺ ആണ്. പറയുന്ന പേര് അസെറ്റോഫിനോൺ എന്നാ പറയുന്നത്. ഇതൊരു കീറ്റോൺ ആണ്. പറയുന്ന കോമൺ നെയിം എന്താണ്? അസെറ്റോഫിനോൺ എന്നാണ്. ഇവിടെ ഓർത്ത് വെച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയുന്ന കുറച്ച് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ബെൻസീനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി. ഒരൊറ്റ റിയാക്ഷൻ കൂടെ ബെൻസിന് ഞാൻ പറഞ്ഞു പോകും. ഇത് പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്. നോക്കുക. ഈ ബെൻസീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ പ്രോപ്പർട്ടി കൂടി ഞാൻ പറയാം. രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹാലജൻ. അഡീഷൻ ഓഫ് ഹാലജൻ. നോക്കുക, എന്താണ് ഈ സാധനം? ബെൻസീൻ. ഈ ബെൻസീനകത്തേക്ക് ക്ലോറിനെ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ് അറ്റ് 500 കെൽവിൻ ടെമ്പറേച്ചർ. 500 കെൽവിൻ ടെമ്പറേച്ചറിൽ UV ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബെൻസിനകത്തേക്ക് ആരെ ആഡ് ചെയ്യുന്നു? ക്ലോറിനെ ആഡ് ചെയ്യുന്നു. ക്ലോറിനെ ആഡ് ചെയ്യുന്നു. അഡീഷൻ മീൻസ് ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അഡീഷൻ മീൻസ് ബോണ്ട് ബ്രേക്ക് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. ബെൻസീൻ ആയിരുന്നു. ജസ്റ്റ് മനസ്സിലാക്കുക. ഇവിടുത്തെ ഒരു ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ക്ലോറിൻ ആഡ് ചെയ്യണം, ഇവിടെ ഒരു ക്ലോറിൻ ആഡ് ചെയ്യണം. വേണ്ടേ? ദാറ്റ് മീൻസ് ഇവിടെ ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും. ഇനി ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ക്ലോറിൻ വരണം, ഇവിടെ ഒരു ക്ലോറിൻ വരണം. ഇനി ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അപ്പോൾ ഇവിടെ എന്ത് വരണം? നമ്മൾ ആഡ് ചെയ്ത സാധനം ക്ലോറിൻ അല്ലേ? സംശയമുണ്ടോ? ആറ് ക്ലോറിൻ വരുന്ന രീതിയിൽ ഇക്വേഷൻ ചെയ്താൽ മതി, ബാലൻസ് ചെയ്താൽ മതിയാകും. കിട്ടിയ പ്രോഡക്റ്റിന് പറയുന്ന പേര് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. പറഞ്ഞ പേര് എന്താണ്? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറയും. കെമിക്കൽ ഫോർമുല C6H6Cl6. ഇവിടെ കാർബൺ ഹൈഡ്രജൻ അതുപോലെ ഉണ്ട്, ആരെയും മാറ്റിയില്ല. ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്ലോറിൻ ആഡ് ചെയ്യാണ് ചെയ്തത്. കിട്ടിയ പ്രോഡക്റ്റ് പറയുന്ന പേര് എന്താണ്? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. C6H6Cl6 ആണ് കെമിക്കൽ ഫോർമുല. ട്രേഡ് നെയിം കൂടെ ഉണ്ട് ഈ സാധനത്തിന്, ഗാമക്സൈൻ. ഇതിന് പറയും ഗാമക്സൈൻ. ഇതൊരു ഇൻസെക്ടിസൈഡ് ആണ്, കീടനാശിനിയാണ് സാധനം. പറഞ്ഞ പേരെന്താണ്? ഗാമക്സൈൻ. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഓർത്ത് വെച്ചേക്കുക. ഈ ബെൻസീനകത്തേക്ക് ക്ലോറിനെ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ് അറ്റ് 500 കെൽവിൻ ടെമ്പറേച്ചർ. വെറുതെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ക്ലോറിനെ ആഡ് ചെയ്യുക. നമുക്ക് ആരെ കിട്ടും? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. അതിന്റെ ട്രേഡ് നെയിം എന്താണ്? ഗാമക്സൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ. ഇനി അഡീഷനെ പോലെ തന്നെ എന്താണ്? കമ്പഷൻ അറിയാം. നമ്മുടെ ബെൻസീനെ കമ്പഷൻ എന്ത് കിട്ടും പ്രോഡക്റ്റ്? ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. ബെൻസീനെ കമ്പഷൻ വിധേയമാക്കൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? ബെൻസീൻ C6H6 ആണ്, ഹൈഡ്രോ കാർബൺ ആണ്. ഞാൻ ആദ്യ ക്ലാസ്സിലേ പറഞ്ഞതാണ്. ഏത് ഹൈഡ്രോ കാർബണിനെ കമ്പഷൻ വിധേയമാക്കിയാലും കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിരിക്കും. നിങ്ങൾ ഫോക്കസ് ചെയ്തത് പറയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ ഫോക്കസിൽ പറയുന്ന ബെൻസീന്റെ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് നൈട്രേഷനും ഫ്രിഡൽ ക്രാബ്സ് ആൽക്കൈലേഷനും അസൈലേഷനും പിന്നെ ഏതാണ്? അഡീഷൻ ഓഫ് ഹാലജനുമാണ് എന്ന് ഓർത്ത് വെച്ചത്.
വളരെ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടീസ് ഭംഗിയായി പഠിച്ചു വെച്ചേക്കുക. ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന സെക്ഷനകത്ത് നമുക്ക് നോക്കേണ്ട, അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ട്സിനകത്ത് നമുക്ക് നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ സെക്ഷൻ കൂടി ഉണ്ട്, അരോമാറ്റിസിറ്റി. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ? അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നാണ് ഞാൻ പറയുന്നത്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ അതായത് ആലിസൈക്ലിക് കോമ്പൗണ്ട്സിന്റെയോ അലിഫാറ്റിക് കോമ്പൗണ്ട്സിന്റെയോ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത കോമ്പൗണ്ട് ആണ് അരോമാറ്റിക്. അതിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അരോമ ഉണ്ടാകും. അരോമ മീൻസ് മണം. ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അരോമയുള്ള കോമ്പൗണ്ട് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ നമുക്ക് എങ്ങനെ അറിയാം? ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂൾ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ റൂളിന് പറഞ്ഞ പേര് ഹക്കിൾസ് റൂൾ എന്ന് പറയും. ഹക്കിൾസ് റൂൾ. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂളാണ് ഹക്കിൾസ് റൂൾ. ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ്, ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകണമെങ്കിൽ കോമ്പൗണ്ട് ഷുഡ് ബി പ്ലനാർ. എന്തായിരിക്കണം? പ്ലനാർ ആയിരിക്കണം. അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന് പ്ലനാരിറ്റി ഉണ്ടാകണം. ഒരു പ്രതലത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന കോമ്പൗണ്ടുകളെ അരോമാറ്റിക് ആവുള്ളൂ. Compound must be planar. Must be planar. When compound must have planarity. കൃത്യമായിട്ട് എന്തുണ്ടാകണം? പ്ലനാരിറ്റി ഉണ്ടാകണം. രണ്ടാമത്തെ പോയിന്റ്, ഹക്കിൾസ് റൂൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഇൻ ദി റിംഗ്. കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഇൻ ദി റിംഗ്. അതായത് നമ്മുടെ റിംഗിനകത്തുള്ള പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ആയിരിക്കണം. ഒരിടത്ത് ഫിക്സ് ചെയ്തിരിക്കാൻ കഴിയുന്നതായിരിക്കില്ല. അതെന്തായിരിക്കണം? മൂവ് ചെയ്യുന്നതായിരിക്കണം. കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ്ഡ് ആയിരിക്കണം. ക്രമമായി മൂവ് ചെയ്യുന്നതായിരിക്കണം. പൂർണ്ണമായിട്ട് മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് ആയിരിക്കണം. ഒരിക്കലും ഒരിടത്ത് ഫിക്സ് ചെയ്തിരിക്കരുത്. ദാറ്റ് ഈസ് ഒന്നിടവിട്ട പൊസിഷനിൽ മാത്രമേ പൈ ബോണ്ടുകൾ വരാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ആ പൈ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത ബോണ്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ്ലി പാക്ഡ് ആക്കി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പൈ ബോണ്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. പൈ ബോണ്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണമെങ്കിൽ ഒന്നിടവിട്ട പൊസിഷൻ, ആൾട്ടർനേറ്റ് പൊസിഷൻസിൽ എന്ത് വരാൻ പാടുള്ളൂ? പൈ ബോണ്ടുകൾ വരാൻ പാടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, പ്രസൻസ് ഓഫ് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ റിംഗ് എന്ന് പറയണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറഞ്ഞാലും മതി. Presence of conjugated pi electron system. Conjugated pi electron system. That is, ഒന്നിടവിട്ട പൊസിഷൻസിൽ എന്ത് വരണം? പൈ ബോണ്ടുകൾ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പൈ ബോണ്ടിന് മൊബിലിറ്റി ഉണ്ടാവുള്ളൂ. ഡീലോക്കലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ലോക്കലൈസ് കേന്ദ്രീകരിക്കുക, ഡീലോക്കലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും പ്രധാനമാണ്. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകണമെങ്കിൽ അതിനകത്ത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാകണം. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകണമെങ്കിൽ എന്ത് വേണം? 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്താകും? അരോമാറ്റിക് ആകും. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകണമെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനം 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാകും. ഇതാണ് ഹക്കിൾസ് റൂൾ പറയുന്ന 3 പോയിന്റുകൾ. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂൾ എന്താണ്? ഹക്കിൾസ് റൂൾ ആണ്. ആ ഹക്കിൾസ് റൂൾ ആകപ്പാടെ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകണമെങ്കിൽ it must be planar. It should have planarity. എന്തുണ്ടാകണം? പ്ലാനാരിറ്റി ഉണ്ടാകണം. 2, കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഇൻ ദി റിംഗ്, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം. 3, വളരെ ഇമ്പോർട്ടന്റ്, പ്രസൻസ് ഓഫ് 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം. പ്രസൻസ് ഓഫ് 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം. റൂൾ പഠിച്ചു വെച്ചേക്കുക. ഇനി എങ്ങനെ ഈ റൂൾ ഉപയോഗിച്ചൊരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണല്ലോ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ കാര്യമാണ്. ഞാനൊരു കോമ്പൗണ്ട് വരയ്ക്കണം. ഇത് അരോമാറ്റിക് ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് സാധാരണ കോമ്പൗണ്ട് പ്ലനാർ ആയിരിക്കും, പ്ലെയിൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരയ്ക്കാൻ കഴിയുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? പ്ലനാർ ആയിരിക്കും. പിന്നെ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. ഈ പൈ ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം ഒന്നിനോട്ട പൊസിഷനിൽ മാത്രമേ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളൂ, പൈ ബോണ്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ 4n+2 പൈ മാത്രം നോക്കിയാൽ മതി. 4n+2 പൈ ഈക്വൽ ടു, ഇവിടെ കൃത്യമായി നോക്കിയിരിക്കുക, ഇവിടെ എത്ര പൈ ബോണ്ടുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സിംഗിൾ ബോണ്ട് എന്നൊരു സാധനം സിഗ്മ, ഡബിൾ ബോണ്ട് മീൻസ് ഒരു സിഗ്മ ഒരു പൈ, ട്രിപ്പിൾ ബോണ്ട് മീൻസ് ഒരു സിഗ്മ 2 പൈ. അറിയുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് ഒരു ഡബിൾ ബോണ്ട് ഒരു സിഗ്മ ഒരു പൈ, ഒരു സിഗ്മ ഒരു പൈ.
ഒരു സിഗ്മ ഒരു പൈ. ഇപ്പൊ എത്ര പൈ ഉണ്ട്? 3 പൈ ബോണ്ടുകൾ. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ. അപ്പൊ ഈ കോമ്പൗണ്ടിനകത്ത് 3 പൈ ബോണ്ടുകളുണ്ട്. 3 പൈ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ? ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ആകുമ്പോൾ 3 പൈ ബോണ്ടിൽ കൂടെ 6 പൈ ഇലക്ട്രോൺസ്. ഈ കോമ്പൗണ്ടിനകത്ത് 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ 4n + 2 പൈക്ക് ഇക്വേറ്റ് ചെയ്യുക. പൈ പൈ ക്യാൻസൽ ആയി പോകും. That is 4n + 2 = 6. 4n is equal to 6 minus 2 equal to 4. n is equal to 4/4 is equal to 1. ഇവിടെ n ന്റെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത് ഒന്നുകിൽ 0, 1, 2, 3 ഹോൾ നമ്പർ ആയിരിക്കണം. n ന്റെ വാല്യൂ ഹോൾ നമ്പർ ആയാൽ മാത്രമേ ആ കോമ്പൗണ്ട് എന്താവുള്ളൂ? അരോമാറ്റിക് ആവുള്ളൂ. ഇവിടെ n ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? അരോമാറ്റിക് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് ഓർത്തൂടെ? അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ? നമുക്ക് ചെക്ക് ചെയ്യാം. പ്ലാനാർ ആണ്. കോൺജുഗേറ്റ് പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണുള്ളത് അല്ലേ? 4n + 2 പൈ നോക്കാം. 4n + 2 പൈ = എത്ര പൈ ബോണ്ടുകളുണ്ട്? 1, 2 2 പൈ ബോണ്ട്. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺ വെച്ച് 2 ബോണ്ട് എത്ര ഇലക്ട്രോൺ? 4 പൈ ഇലക്ട്രോൺസ്. പൈ പൈ ക്യാൻസൽ. 4n + 2 is equal to 4. 4n is equal to 4 minus 2 equal to 2. n is equal to 2/4 is equal to 1/2. അരോമാറ്റിക് ആയിരിക്കുമോ? n ന്റെ വാല്യൂ ഹോൾ നമ്പർ, ദാറ്റ് മീൻസ് 0, 1, 2, 3 വരണം. ഫ്രാക്ഷൻ അല്ലേ കിട്ടിയത്? n ന്റെ വാല്യൂ ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രമേ അരോമാറ്റിക് ആവുള്ളൂ. n ന്റെ വാല്യൂ ഫ്രാക്ഷൻ ആയി കിട്ടിയത്. therefore it is not aromatic. അരോമാറ്റിക് ആണ്? അല്ല. അരോമാറ്റിക് അല്ല. ഇത് നോക്കൂ. ഇതൊരു റിംഗ് കോമ്പൗണ്ട് ആണ്. പ്ലാനാരിറ്റി ഉണ്ട്. കോൺജുഗേറ്റ് പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ്. 4n + 2 പൈ ചെക്ക് ചെയ്ത് നോക്കാം. 4n + 2 പൈ is equal to ഇവിടെ എത്ര ബോണ്ടുകളുണ്ട്? പൈ ബോണ്ടുകൾ 2 പൈ ബോണ്ട്. 2 പൈ ബോണ്ട് എത്ര ഇലക്ട്രോൺ? 4 ഇലക്ട്രോൺ. പിന്നെ റിംഗിനകത്ത് ഒരു ഇലക്ട്രോൺ പെയർ കൂടെ കാണുന്നുണ്ട്. റിംഗിലുള്ള സാധനം ഈ കാർബണിന്റെ ഇലക്ട്രോൺ ആണ്. അപ്പൊ അതും കൂടെ കൗണ്ട് ചെയ്യണം. ഇപ്പൊ 2 ബോണ്ട് 2 പൈ ബോണ്ട് കൂടെ എത്ര ഇലക്ട്രോൺ? 4 ഇലക്ട്രോൺ. പിന്നെ ഒരു പെയർ റിംഗിനകത്തുണ്ട്. 4 × 2 6. ഒരു പെയർ ആണ്. ഇപ്പൊ എത്രയാണ്? 6 പൈ. പൈ പൈ ക്യാൻസൽ. 4n + 2 is equal to 6. 4n is equal to 6 minus 2 is equal to 4. n is equal to 4/4 is equal to 1. Therefore the compound is aromatic. 1 കിട്ടിയതുകൊണ്ട് കോമ്പൗണ്ട് എന്തായിരിക്കും? അരോമാറ്റിക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൈ ബോണ്ടുകൾ നമ്മൾ കൗണ്ട് ചെയ്തു, പൈ ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ചു. ഒപ്പം റിങ്ങിനകത്തുള്ള ആ ഇലക്ട്രോൺ പെയറിനെ കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണം. അത്രയേ ഉള്ള കാര്യം. ഓക്കെ. അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ട് അരോമാറ്റിക് ആയിരിക്കും. ജസ്റ്റ് നോക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണ്. ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? പ്ലാനാരിറ്റി ഉണ്ട്. പൈ ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കോൺജുഗേറ്റ് പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ്. 4n + 2 പൈ ചെക്ക് ചെയ്ത് നോക്കാം. 4n + 2 പൈ is equal to എത്ര പൈ ബോണ്ടുകളുണ്ട്? 1, 2, 3, 4, 5. 5 പൈ ബോണ്ടുകൾ. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺ വെച്ച് 5 ആകുമ്പോൾ എത്രയാണ്? 10 പൈ ഇലക്ട്രോൺ. പൈ പൈ ക്യാൻസൽ. 4n + 2 is equal to 10. 4n is equal to 10 minus 2 is equal to 8. n is equal to 8/4 is equal to 2. ഹോൾ നമ്പറിലേക്ക് കിട്ടിയത്. therefore the compound is aromatic. ഓർത്തിരിക്കാൻ കഴിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ട് അരോമാറ്റിക് ആയിരിക്കും. നോക്കാം. നമുക്കറിയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട് അരോമാറ്റിക് നമുക്ക് നോക്കാം. കോമ്പൗണ്ട് പ്ലാനാർ ആണ്. ഒരു പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം എന്തുണ്ട്? കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം ഉണ്ട് അല്ലേ? നമുക്ക് ഇനി 4n + 2 പൈ ചെക്ക് ചെയ്ത് നോക്കുക. 4n + 2 പൈ equal to ഇവിടെ എത്ര പൈ ബോണ്ടുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 പൈ ബോണ്ടുകൾ. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺ വെച്ച് 7 ഉണ്ട്. 14 പൈ ഇലക്ട്രോണുകൾ ഉണ്ട്. 4n + 2 പൈ ഇലക്ട്രോൺസ് എന്നാ പറഞ്ഞത്. പൈ പൈ ക്യാൻസൽ. That is 4n + 2 is equal to 14. 4n is equal to 14 minus 2 is equal to 12. n is equal to 12/4 is equal to 3. Whole number അല്ലേ കിട്ടിയത്. Therefore the compound is aromatic.
കൃത്യമായി മനസ്സിലാക്കുക. ഏത് കോമ്പൗണ്ട് കിട്ടിയാലും അരോമാറ്റിക് ആണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 4n+2 പൈ ഇലക്ട്രോൺസിനെ ആ കോമ്പൗണ്ടിനകത്തുള്ള പൈ ഇലക്ട്രോൺ ഡിക്കേറ്റ് ചെയ്യുക, n വാല്യൂ കണ്ടുപിടിക്കുക. n വാല്യൂ ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രം ആ കോമ്പൗണ്ട് എന്തായിരിക്കും? അരോമാറ്റിക് ആയിരിക്കും. ഫ്രാക്ഷനോ നെഗറ്റീവോ ഒക്കെ വരികയാണെങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കില്ല? അരോമാറ്റിക് ആയിരിക്കത്തില്ല എന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അരോമാറ്റിസിറ്റി. ഓർത്ത് വെച്ചേക്കുക. അരോമാറ്റിസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾ എന്താണ്? ഹക്കിൾസ് റൂൾ ആണെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. വളരെ സിമ്പിളായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പ്ലസ് 1 കെമിസ്ട്രിയിലെ ചാപ്റ്ററിനകത്ത് ഇത്രയധികം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ആൽക്കൈൻ ആയിക്കോട്ടെ, ആൽക്കീൻ ആയിക്കോട്ടെ, ആൽക്കൈൻ ആയിക്കോട്ടെ, അരോമാറ്റിക് ഹൈഡ്രോ കാർബണിലെ ബെൻസിൻ ആയിക്കോട്ടെ, ഓരോ കോമ്പൗണ്ടുകളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഹയർ ക്ലാസ്സുകളിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ കഴിയുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ് ഈ ഹൈഡ്രോ കാർബൺസിലെ റിയാക്ഷൻസ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ